നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അനുമോദനങ്ങളും ആശംസകൾ. ആദ്യമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ലെങ്കിലും അതിൽ നിർത്താൻ തീരുമാനിച്ചതിൽ അങ്ങേയറ്റം ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. ആരായാലും നശിക്കല്ലോ. പരീക്ഷയിൽ ജയിക്കാത്ത ഒരു പരീക്ഷയുള്ളൂ ലോകത്ത്, ഒരേ ഒരു പരീക്ഷ, അത് യുദ്ധമാണ്. യുദ്ധത്തിൽ ആരും ജയിക്കുകയില്ല, ആരും തോൽക്കുകയില്ല. അതാണ്. അതുകൊണ്ട് നമ്മുടെ നേതാക്കൾക്കെല്ലാം ബോധോദയം ഉണ്ടായത് നല്ല കാര്യം. ഇന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോഴേ ആ പേര് വെറുതെ ഇട്ട ഒരു ഭംഗി വാക്കോ അല്ലെങ്കിൽ ഒരു നേരം പോക്കോ അല്ല. വലിയ വലിയ നേതാക്കളുണ്ടല്ലോ, വെറും ഇടത്തരക്കാരായ ഇന്ത്യയിലെ ചില സാധാരണക്കാർ ബുദ്ധിജീവികളാണ്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ അന്ന് അതിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞ് മൂന്നാമത് ലോക മഹായുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത്. അതിലൊരു കുറച്ച് സത്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് തുടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്, അല്ല അത് തകർക്കാൻ വേണ്ടിയല്ല. അതേ സ്ഥാനത്ത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല അനുഭവം വെച്ച് നോക്കിയാൽ കാലഘട്ടങ്ങളിൽ ഒരു തിരുത്തൽവാദികളുണ്ടായിരുന്നു, തിരുത്തൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അത് ഗാന്ധിയുടെ കാലം മുതൽ ഏതാണ്ട് ഒരു 2000 വരെയും ഉണ്ടായിരുന്നു തിരുത്തൽവാദികൾ. 2000 ശേഷം 2020 ശേഷം തിരുത്തൽവാദി ഇല്ല, മുഖസ്തുതി പറയുന്നവരുള്ളൂ. സ്വന്തം അഭിപ്രായമില്ല. ഒരു MLA ആകാൻ വേണ്ടി, MP ആകാൻ വേണ്ടി, അല്ലെങ്കിൽ മന്ത്രി ആകാൻ വേണ്ടി, മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയുള്ള കളി മാത്രമുള്ളൂ, വേറെ യാതൊരു ഇതില്ല. അതുകൊണ്ടാണ് പണ്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് ചില വ്യക്തികളാണെങ്കിൽ, തിരുത്തൽവാദികൾ ചില വ്യക്തികൾ മാത്രമാണെങ്കിൽ, ഉദാഹരണം വന്നാൽ ഫിറോസ് ഗാന്ധിയെ പോലെ, ഞങ്ങളത് ഒരു പാർട്ടി ഉണ്ടാക്കി. കോൺഗ്രസ്സിലെ തിരുത്തൽ വേണ്ടി, കോൺഗ്രസ്സിൽ പറ്റുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വ്യക്തിയല്ല, ഞങ്ങൾ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്, IUC. ഇന്ന് നമുക്ക് കാര്യത്തിൽ കിടക്കാം. എന്തുകൊണ്ടാണ് UDF കഴിഞ്ഞ 2 ടേമിൽ, ആദ്യത്തെ ടേമിൽ തോൽക്കാൻ കാരണം? പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണം മോശമായിരുന്നു, ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭരണം മോശമായിരുന്നു. സാമാന്യം ഒരുവിധ മോശം ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ തെറ്റില്ലാതെ പോയ ഭരണമാണ്. എന്തുകൊണ്ട് തോറ്റു? അതിലൊരു 2, 3, 4 കാരണങ്ങൾ നമ്മൾ ചുരുക്കമായിട്ട് പറയാം. ഒന്ന്, ഈ ജപ്പാനിലേക്ക് ഒരു കണ്ടേ നിറച്ച് ഈ ഇതിനെ കൊണ്ടുപോയി, മീനുണ്ടല്ലോ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഞണ്ട് എന്ന് പറയും. ആ ഞണ്ടിനെ കൊണ്ട് കണ്ടെന്ന് എന്തോ കാരണവശാൽ ടോപ്പ് മൂടാൻ പറ്റിയില്ല. എക്സ്പോർട്ട് ചെയ്ത കമ്പനിയെല്ലാം ഭയന്നു പോയി. കാരണം ഈ സാധനം അവിടെ ചിലപ്പോൾ തീരില്ലേ. എന്നാൽ ജപ്പാനിൽ ചെന്നിറങ്ങിയപ്പോഴും ഒരു ഞണ്ട് പോലും പുറത്തേക്ക് പോയിട്ടില്ല. ഇത് കണക്കാണ്, അല്ല തമാശയല്ല. കാരണം ഒരു ഞണ്ട് മുകളിൽ കയറാൻ പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ അടുത്തും പിടിക്കും, അടുത്ത പോകുമ്പോൾ അടുത്ത പിടിക്കും. അങ്ങനെയല്ല, പരസ്പരം കാലുവായി എന്ന് പറയുമ്പോൾ പരസ്പരം പിടിച്ച് ആ ഒരെണ്ണം പോലും പുറത്തു പോയില്ല. അങ്ങനെ ആ കമ്പനി നഷ്ടത്തിൽ നേടി. അതിൽ കോൺഗ്രസ് അതുപോലെയാ. ഒരാൾ രക്ഷപ്പെടാൻ വന്നാൽ അവർ താഴ്ത്താൻ നോക്കും, എനിക്കെന്നാലല്ല നോക്കുന്നത്. ആ രീതി ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. അപ്പം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ കാര്യമായ കുഴപ്പമില്ലാതെ പോയപ്പോൾ വീണ്ടും ഉമ്മൻചാണ്ടിയുടെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ആക്കാൻ പറ്റില്ല എന്ന് ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഉൾപ്പെടെ 3-4 പേര് കാലുവാരി. അങ്ങനെയാണ് സരിത കേസ് വന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? അത് മനസ്സിലാക്കി ഉമ്മൻചാണ്ടി, എനിക്ക് ശേഷം പിളയുന്ന പണ്ട് കരുണാകരൻ പറഞ്ഞ പോലെ എന്നാൽ ഈ കപ്പിലങ്ങോട്ട് മുക്കാം. അതിനെന്ത്, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 800ഓളം കടുവെട്ട് നിയമങ്ങൾ ഉണ്ടാക്കി. മുരിക്കൽ പാടത്തെ കേസൊക്കെ അങ്ങ് ജനങ്ങൾ വിറപ്പിച്ചു. അതിന് പുറമെ ശക്തമായ ഒരു പ്രതിഷേധത്തിൽ കൂടി സാഹചര്യം ഒരുക്കി.
അതിന് മുഖ്യ കാരണം ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. കാരണം അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് ഈ VT മുഹമ്മദ് ബഷീർ കുഞ്ഞാക്കായി കൂടി അത് തകർത്ത് കളഞ്ഞു. അതിനാര് കൂട്ടുനിന്നു? ഉമ്മൻചാണ്ടി, മരിച്ചുപോയ മാണി സാറ്, പിന്നീട് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കോട്ടയത്തെ അച്ചായൻ, പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞാക്കാരെ ആൾക്കാരും രമേശ് തന്നെ എല്ലാം UDF എല്ലാ മണ്ടന്മാരും വൃത്തികെട്ടായ നേതാക്കൾ അതിന് കണക്കാക്കിയില്ല, അവഗണിച്ചു. ഏടോ മണ്ട ശിരോമണികളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇത് കണക്ക് ഉദ്ധരിക്കുക. നിങ്ങൾ കത്തോലിക്ക റോമൻ കാത്തലിക്കിന് സ്ഥാനാർത്ഥി ഇല്ല അല്ലെങ്കിൽ പ്രസിഡന്റ് ഇല്ല എന്ന പേരിൽ ഡൽഹിയിൽ വന്ന് അവരും സംസാരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. അത് പിന്നീട് ബെന്നി ബെഹനാൻ പറ്റൂല, മറ്റേയാൾ പറ്റൂല, അവസാനം ജോസഫിനെ ആക്കി. അതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നറിയോ? മഞ്ചേരി മെഡിക്കൽ കോളേജ് മഞ്ചേരി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ബോർഡ് മാറ്റി എന്നല്ല, യാതൊരു വ്യത്യാസം അവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെ ഒരു DCC പ്രസിഡന്റിനെ KPC പ്രസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ ഒന്നും ഇപ്പോഴത്തെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ വെച്ച് പഴയ ബീജ് പുതിയ കുപ്പിയിൽ. അതിനർത്ഥം ഞങ്ങൾ അന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? സുധാകരൻ തന്നെ നിൽക്കട്ടെ തൽക്കാലം, അതിനെന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ ആരെയാക്കാൻ പറഞ്ഞ് ഷാഫി പറമ്പല്ലേ, പിന്നെ നമ്മൾ IB ഗിഡന്റെ ജോർജിയുടെ മകൻ IB ഗിഡനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പ്രാതിഥ്യം. ആ പ്രശ്നം തീരുമില്ലായിരുന്നോ? അതിപ്പോൾ സുധാകരനെ മാറ്റി പിന്നെ അതിനേക്കാൾ കഴിവ് കുറച്ച് ആളെ വെച്ച് 3 വർക്കിംഗ് പ്രസിഡന്റിനെ വെച്ച്. ഈ 3 വർക്കിംഗ് പ്രസിഡന്റിനെ വെച്ച് തെറ്റ് പറയാൻ പറ്റില്ല. സാമുദായിക അടിസ്ഥാനത്തിലാണ്, മറ്റ് എല്ലാം ശരിയാണ്. 3ഉം ഒരു തലത്തിൽ മറ്റു തലത്തിൽ പ്രഗത്ഭന്മാരുമാണ്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ UDF ഒരു കാര്യം മനസ്സിലാക്കണം, കണക്കുകൾ ഉദ്ധരിക്കണം. കേരളത്തിൽ ജനങ്ങളുടെ കണക്കെടുക്കണം. ജനങ്ങളുടെ കണക്കുകൾ ഞങ്ങൾക്ക് ഒരു വോട്ടുള്ളൂ. ടാറ്റയ്ക്കും വെള്ളക്കും ഡാൽമിയക്കും എല്ലാം മൊയ്തീൻ ഷാക്കൊക്കെ ഒരേ വോട്ടുള്ളൂ. അവർ കോടീശ്വരന്മാർ, ഞാൻ തെണ്ടി, അവരുടെ കാര്യമായിട്ട് വോട്ടൊന്നുള്ളൂ. അതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭ RC റോമൻ കാത്തലിക്കിന്റെ പ്രസിഡന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നില്ലേ? അങ്ങനെയാണ് കിട്ടിയവനെ കണ്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കാണാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വെച്ചില്ല. ഇപ്പം കണ്ണൂർക്കാരൻ, ഞാൻ ചോദിക്കട്ടെ, ലത്തീൻ കത്തോലിക്ക കേരളത്തിൽ ജനസംഖ്യയിൽ 60% അവരുടെ സമുദായത്തിൽ, 40% റോമൻ കാത്തലിക്സ് അല്ല ഇന്നത്തെ ഈ ദീപികയുടെ ആൾക്കാരുള്ളൂ. അപ്പോൾ 60% ലത്തീൻ കത്തോലിക്ക ഒരാൾ വെച്ചാൽ പോരാ, 40% കത്തോലിക്കിൽ RCയിൽ നിന്ന് ഒരാളെ വഹിക്കണം. ഇത് എന്ത് ഫോർമുല? ആരുണ്ടാക്കിയ ഫോർമുല? എവിടെയുള്ള എന്ത് നീതി? നിങ്ങൾക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രാതിനിധ്യമാണോ? ഓക്കെ, സമ്മതിച്ചാലും സംശയമൊന്നുമില്ല. കോൺഗ്രസ്സിൽ ഇന്നും ക്രിസ്ത്യൻ സമുദായത്തിൽ നല്ല ശതമാനം കോൺഗ്രസ് അനുഭാവികൾ, അവർക്കത് വിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മാന്യം ഒരു അംഗീകാരം കൊടുക്കണം, അതിലൊരു സംശയമില്ല. ഇത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ വളരാത്തത്? ഈ ഉമ്മൻചാണ്ടി ഒറ്റ ആൾ മാത്രം കണ്ടോളൂ. മകനെ കൊണ്ടുവരാൻ നോക്കി, മാണി മകനെ കൊണ്ടുവരാൻ നോക്കി, ഏക്കാനി മകനെ കൊണ്ടുവരാൻ നോക്കിയില്ല, അത് വിജയിച്ചില്ല. ഇടോ, നിങ്ങൾക്ക് യൗവന സമയത്ത് തന്നെ നിങ്ങൾ ജൂനിയറെ വളർത്തിക്കൊണ്ടുവരണം. ഞാൻ രാഷ്ട്രീയ ജനതാദളിലെ കേരളത്തിലെ ആദ്യത്തെ പ്രസിഡന്റാണ്, അതൊരു ഇതുണ്ടല്ലോ. പക്ഷെ അന്ന് രഞ്ജൻ പ്രസാദ് യാദവ് ആയിരുന്നു ഞങ്ങളുടെ ഡെപ്യൂട്ടി ലീഡർ, ഞാൻ എൻ്റെ വളരെ സുഹൃത്തുമായിരുന്നു. അപ്പോൾ ഈ ലാലുവിനെ കേസിൽപ്പെടുത്തി ഇപ്പോൾ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാതെ വീട്ടിലിരുന്ന ഒരു കുടുംബസ്ത്രീയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി, ഒരു വീട്ടിലെ ഗൃഹനായിക. അന്ന് ഞങ്ങളത് ചെയ്ത് പോകുന്നു. അത് ന്യായമാണത്. അത് കുടുംബാധിപത്യം വന്ന കുഴപ്പമൊന്നുമില്ല. കഴിവുള്ളോടി വച്ചോ കുഴപ്പമൊന്നുമില്ല. കുടുംബത്തിൽ ആധിപത്യം പറയുന്നില്ല, കഴിവാണെന്നുള്ളു. അത് ചെയ്തില്ല. അതുപോലെ ഉമ്മൻചാണ്ടി ആരെയും വളർത്തിയില്ല ജൂനിയറായിട്ട്. ആകെ പുള്ളി വളർത്താൻ ശ്രമിച്ച് രഹസ്യമായിട്ട് മകൻ അത് അൺഫിറ്റായി പോയി, യോഗ്യതയില്ലാതെ പോയി, കഴിവില്ലാതെ പോയി. ഉമ്മൻചാണ്ടി പിന്നെ അന്തോണിയാണ് കൊണ്ട് കോൺഗ്രസ് കളഞ്ഞ്. അന്തോണ്ട് മകന് വളർത്താൻ നോക്കി, അത് വിജയിച്ചില്ല. പിന്നെ മാണി സാറ് മുള്ളിയുടെ മോനം ഒരുക്കാൻ നോക്കിയുള്ളൂ,
അതുകൊണ്ടാണ് അവിടെ ഷോർട്ടേജ് വന്നത്. നമുക്ക് ഒരു 50 വയസ്സാകുമ്പോൾ നമ്മൾ അടുത്ത ജൂനിയർ വളർത്തിക്കോ നോക്കി. ഇത് ക്രിസ്ത്യൻ സമുദായത്തിൽ മാത്രമല്ല, TH മുസ്തഫ സാഹിബ് അദ്ദേഹം മരിച്ചോളാം, അദ്ദേഹം ഒരൊറ്റ മുസ്ലിമിലെ കൂടെ കൊണ്ടുവന്നില്ല, വളർത്തിയില്ല, മക്കളെ പോലും വളർത്തിയില്ല. മക്കളൊക്കെ അതിനുശേഷമാണ് ഒറ്റക്കും തെറ്റെന്ന് രക്ഷപ്പെട്ടത്. പുള്ളി വളർത്തിയില്ല. അത് എന്നും ഞാൻ ജീവിച്ചിരിക്കുന്നതാണ്. ജയലളിത പറഞ്ഞ പോലെ മരണവും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് കാര്യം നടന്നത്. അപ്പോൾ കത്തോലിക്ക സഭയിൽ വേണമെങ്കിൽ 40% RC ഉള്ളത്, 60% ലത്തീൻ കത്തോലിക്ക. അതിൽ നിന്നൊരാൾ പോരെ, അല്ല ദീപിക ഒരാൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവിടേക്കാണ് സ്വാർത്ഥതയും ഇപ്പം ഈ വെള്ളാപ്പള്ളി കൊണ്ട് പറയിപ്പിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് സുധാകരൻ മാറ്റി തെറ്റായി പോയതാണ് വെള്ളാപ്പള്ളി. ഞാൻ ആ വെള്ളാപ്പള്ളിയോട് ചോദിക്കുകയാണ്, എടോ വെള്ളാപ്പള്ളി, നിങ്ങളുടെ സമുദായത്തിൽ 21% ഈഴവരുണ്ട് കേരളത്തിൽ നിന്ന്. ആ 21%-ൽ 80% കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്തിരിക്കുന്ന LDF അല്ലേ? അതിന് മുൻപുള്ള 70 മുതൽ 75 ചെയ്തിരിക്കുന്ന LDF അല്ലേ? ഇത്തവണ പിണറായിയുടെ പേരിന് 90% LDF-ന് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ ആളെ നിർത്തിയില്ല എന്ന് പറയുന്നത് എന്താ? നിർത്തിയിട്ട് കാര്യമുണ്ടോ? ഇപ്പം സുധാകരൻ്റെ കൂടെ കേരളത്തിലെ ഈഴവരിൽ 100 ഈഴവൻ വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDF കിട്ടുന്നുള്ളൂ, കിട്ടാൻ സാധ്യമല്ല കിട്ടുന്നുള്ളൂ. അതിനെ റിപ്പോർട്ട് ചെയ്യണം സുധാകരൻ. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഭരിക്കാൻ നോക്കും? നായർ കാര്യം പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറഞ്ഞു മുരളീധരനെ കൊണ്ടുവരണം. ഓക്കെ, സമ്മതിച്ചു, കുഴപ്പമില്ല, മുരളീധരൻ നിൽക്കട്ടെ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മാത്യു കുഴൽനാട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതും സമ്മതിച്ചു. ഈ മാത്യു കുഴൽനാടൻ്റെയും ശക്തി എത്രയുണ്ട് കേരളത്തിൽ? അതാ ഞാൻ പറയും, നിങ്ങൾ കണക്ക് പഠിക്കണം, മാത്തമാറ്റിക്സ്, കണക്ക് ശാസ്ത്രം പഠിക്കണം. അതിൽ മിടുക്കനാണ്, ലോക നിലനിൽക്ക് കണക്കിലാണ്. ആകെ 9%, മാത്യു കുഴൽനാടിൻ്റെ ആകെ 16% കേരളത്തിലുള്ളത്. അല്ല 6% കൺവെർട്ട് ക്രിസ്ത്യൻ, അവൽ പൊലേനുമില്ല ക്രിസ്ത്യൻ, അതിൽ ഈ ദൃശ്യങ്ങൾ നിൽക്കാണ്. ബാക്കി 10%. ഈ 10%, 4% കത്തോലിക്ക RC, ബാക്കി 6% ലത്തീൻ കത്തോലിക്കാണ്. കണക്കുത്തിരിക്കല്ലേ, നിങ്ങൾ ചെക്ക് ചെയ്യാമല്ലോ, തെറ്റിന് ചിത്തം ചെയ്യാം. എന്നിട്ട് അപ്പോൾ എത്ര വോട്ട് കിട്ടും? മാത്യു കുഴൽനാട് 10 പേര് 100 പേര് വോട്ട് ചെയ്താൽ അതിൽ ഞാൻ പറയാം, അതിലൊരു 3% CPM-ലും 2% BJP-യും, ബാക്കി 5% കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യാനിയുടെ UDF-ന് കിട്ടുന്നത്. ആ ക്രിസ്ത്യാനികൾക്കും മുഴുവൻ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അവിടെയുള്ള അപകടം എന്ന് വെച്ചാൽ, എനിക്ക് ക്രിസ്ത്യൻ സമുദായത്തോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോടോ യാതൊരു ഇഷ്ടക്കുറവുമില്ല. എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തെ പറഞ്ഞ് ലീഗിലേക്ക് എടുക്കാം. അതായത് എൻ്റെ 120ഓളം MLA സ്ഥാനാർത്ഥി അർഹതയുള്ള ക്രിസ്ത്യൻ സമുദായം കേരളത്തിലുണ്ട്. ഇന്നിപ്പോൾ ആഗ്രഹമുള്ളവരും അർഹതയുള്ളവരും, എല്ലാവരും പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അർഹതയില്ല. ഈ 120 പേരും ഒരു തരത്തിൽ മറ്റു അർഹതയുള്ളവർ ഒരു കുഴപ്പമില്ലെന്നേ. അത് ഞാൻ CP ജോൺ വരും, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ അനു ചോക്കൊക്കെ വരും, എല്ലാവരും ചോദിക്കാൻ 120 പേരും മിനിമം യോഗ്യമുള്ളവരുണ്ട്. പക്ഷേ കോൺഗ്രസ് ജനസംഖ്യ ചോദിച്ചിട്ടും 10% ആണെങ്കിൽ 14 സീറ്റാണ്. ഇവിടെ ഇനി 16% അല്ലെങ്കിൽ ഇനി 20% പിടിച്ചോ, അത്രയൊന്നുമില്ല അറിയുക. അപ്പോഴും 14 28 സീറ്റാണ്. അപ്പോൾ കൊടുക്കാമെന്ന് വെച്ചാൽ മാക്സിമം 28 സീറ്റാണ്. അത്ര കൊടുക്കാൻ അവസ്ഥയില്ല. 15% ആണെങ്കിൽ 14 10 14 7 21, ഒരു 20 സീറ്റാണ് അർഹതയുള്ളൂ മാക്സിമം ക്രിസ്ത്യൻ സമുദായത്തിൽ. പക്ഷെ 100 സീറ്റ് കിടക്കാണ്. അപ്പോൾ ബാക്കി 100 പേർക്ക് UDF എങ്ങനെ കൊടുക്കും? ചോദ്യം അത്. ഇനി വോട്ട് കപ്പാസിറ്റി നോക്കിയാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് കിട്ടുന്നത്. അത് നമ്പർ 2. ഇതിന് മാത്യു കുഴൽനാട് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. കൊണ്ടുവന്ന് അയാൾ മിടുക്കാണ്. അദ്ദേഹത്തെ KPC പ്രസിഡന്റ് ആക്കുന്നവരെ എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷെ ഞാനത് പറയുന്നത് കാരണം അത് വലിയ കോടീശ്വരനായി പോയി. അങ്ങനെ അത്ര വലിയ കോടീശ്വരൻ വിലക്കെടുക്കാൻ പോകുന്ന ഒരാളെ വേണ്ട എന്നുള്ളത് ഞാൻ പിന്നെ പേര് പറയായിരുന്നു. അത് അല്ലെങ്കിൽ വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. അതേ സ്ഥാനത്ത് ഇനി മുസ്ലിം ലീഗ്, കോൺഗ്രസിന് പറ്റി ഏറ്റവും വലിയ ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ UDF-ന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം, മുസ്ലിം ലീഗിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് കോൺഗ്രസ് തോറ്റുവിടാൻ കാരണം മണ്ടരായ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയി. ഇത് ഇനി പറഞ്ഞില്ലെങ്കിൽ ഈ ടൈമും പോകും. അതാ ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. എനിക്ക് മുസ്ലിം ലീഗോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. അഹമ്മദ് സാഹിബ് മരിച്ചു കഴിഞ്ഞപ്പോൾ
യു പിയുടെ ഭരണം പോയി, പിന്നെ BJP വന്ന്, ഈ തവണ BJP പോയി കോൺഗ്രസ് കിട്ടും, അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കിട്ടും എന്ന് വിചാരിച്ചാണ് കുഞ്ഞാക്ക് കേരളത്തിൽ നിന്ന് ഓടിപ്പോയത്. തന്നെയല്ല, ഇവിടെ പിണറായി കയറി നിൽക്കാൻ പണിയെടുക്കണല്ലോ. പിണറായി അവർ തമ്മിൽ പിണറായി മുരളീധരനും ഈ കുഞ്ഞാക്കയും വലിയ ലിങ്കാണ്, ഒരുപടി ആഴത്തുള്ള ബന്ധങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിണറായിക്കെതിരെ പ്രതിപക്ഷ നിലയിൽ എതിർക്കേണ്ട വെച്ചാൽ പുള്ളി രക്ഷപ്പെട്ടാണ്. പോട്ടെ, കുഴപ്പമില്ല, ആഗ്രഹങ്ങളല്ലേ. പക്ഷെ ആ മണ്ടനെ എന്നിട്ട് ഈ രാജിവെച്ചതാണെങ്കിൽ കേരളത്തിൽ കൊന്നത് ആ പാർലമെന്റ് സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാണെങ്കിൽ അപ്പൊ രാജിവെച്ചാൽ പോരെ? അത് രാജിവെച്ച് കേരളത്തിലേക്ക് കെട്ടിയപ്പോൾ ഇവിടുത്തെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും നായന്മാരും ചോനൊക്കെ വിചാരിച്ചു ഇയാൾ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണെന്ന്, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണെന്ന്. സഹിക്കുമോ? അതെന്ത് ഇവർക്ക് മനസ്സിലായില്ല. അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗിന് നിങ്ങൾ കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, അല്ലെങ്കിൽ ഇതാണ് UDF തോൽക്കാനുള്ള രണ്ടാമത്തെ കാരണം. ഒന്ന്, ഞാൻ നല്ല കാര്യം പറഞ്ഞില്ല, ആരെയാണ് ഉമ്മൻചാണ്ടി കാര്യം പറഞ്ഞു, അങ്ങനെ ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു. മറ്റൊന്ന് മുസ്ലിം ലീഗിന് കേട്ട ഞാൻ കണക്കുകൾ ഉദ്ധരിക്കാം. 24 ലക്ഷം മുസ്ലിങ്ങളുള്ള ആ മുസ്ലിം ലീഗ് മത്സരിച്ച ഭാഗത്തുനിന്ന് അവർക്ക് ആകെ കിട്ടി 17 ലക്ഷമാണ്. ഈ 17 ലക്ഷത്തിൽ അതിൽ ക്രിസ്ത്യാനികളും നായരും ചോൻ്റെ ഒക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 12 ലക്ഷം വോട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% മാക്സിമം. അതായത് 1/3 ജനങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ അനുഭാവികളുള്ളത്, മെമ്പർമാരുടെ അനുഭാവികൾ. 1/3 ലീഗിൽ അനുഭാവികളുള്ള മുസ്ലിങ്ങളുടെ ലീഗിൽ നിങ്ങൾ 100% വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അമിതമായി പ്രാധാന്യം കൊടുക്കുന്നു. ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല എന്നുള്ള പ്രചരണം നടത്തുന്നു. ഒക്കെ ശരിയാണ്, ലീഗ് ഒരു പാർട്ടിയാണ്, അത് തെറ്റൊന്നുമില്ല, വിശ്വസ്തരൊക്കെയാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ കോൺഗ്രസ് സുധാകരൻ പലരും ചോദിച്ചല്ലോ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 65 സീറ്റുണ്ട്, അസംബ്ലി സീറ്റ്. ആ 65 സീറ്റിൽ ലീഗ് ജയിച്ച് ബാക്കി നിർത്തി മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ഏക 6-7 സീറ്റേ ജയിച്ചുള്ളൂ, ബാക്കി സീറ്റാണ് തോറ്റുപോയി. അവിടെ എല്ലാം 50 മുതൽ 60% പേര് മുസ്ലിങ്ങളുടെ മണ്ഡലമാണ്. എന്നിട്ട് എന്ത് ലീഗ് ഉണ്ടെങ്കിൽ വോട്ട് കിട്ടണ്ടേ? ആ വോട്ട് കിട്ടാത്തൊരു കാരണം ഒന്ന്, അമിതമായ പ്രാധാന്യം ലീഗ് കൊടുക്കുന്നു, അത് തെറ്റാണ്. ഇനി ലീഗ് UDFിൽ നിന്ന് മാറിപ്പോയി പേടിക്കാനൊന്നുമില്ല. കാരണം 1/3 മുസ്ലിങ്ങളുടെ വോട്ടാണ് നിങ്ങൾക്ക് ലീഗിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അതിന് 1/3 മുസ്ലിം ലീഗുകൾ മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് മുസ്ലിങ്ങൾ കോൺഗ്രസ് കൂടെ നിൽക്കും, മറ്റ് സമുദായങ്ങൾ ഒഴുകി വരും. എങ്കിൽ ഒരു മാറ്റം ഞാൻ പറയുന്നില്ല. പക്ഷേ അറബിക് സർവകലാശാലയുടെ പേരിൽ കേരളത്തിൽ 40% വരുന്ന മുസ്ലിം സമുദായമുണ്ട്. കണക്കുത്തിരിക്കല്ലേ 1/3 കൂട്ട്. അവരിൽ നിന്ന് അതിൻ്റെ 1/3 ലീഗ് അനുഭാവികളുള്ളെങ്കിൽ ബാക്കി 2/3 മുസ്ലിങ്ങൾ പുറത്തല്ലേ? അതിൽ വളരെ കുറച്ച് പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ബാക്കിയുള്ള മുഴുവനും UDF അനുഭാവികളോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളാണ്. അവർ അറബിക് സർവകലാശാലയെ കൂടി ശ്രമിച്ച് ഉത്തര കേരളത്തിൽ നിന്ന് 4 പ്രാവശ്യം 10,000-കണക്കിന് ആൾക്കാർ വോട്ടർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണയും സമരം നടത്തിയില്ലേ? അന്ന് മുസ്ലിം ലീഗിൻ്റെ ഈ മണ്ടൻ എന്ന് പറഞ്ഞാൽ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബേട്ടി ബഷീർ 10,000 പേര് പോലും സംസാരിക്കാത്ത അറബിക് സംസ്കൃത സർവകലാശാല തുടങ്ങാൻ മുൻകൈ എടുത്ത് തുടങ്ങി. ഒരു തെറ്റുമില്ല, അത് ഞങ്ങൾ ഒരിക്കലും കുറ്റമല്ലേ. ഏത് ഭാഷ ആര് പഠിക്കും നല്ലതാണ്. പക്ഷേ എന്തേ 300 കോടിയോളം വരെ ജനങ്ങൾ സംസാരിക്കാൻ ബന്ധമുള്ള ഭാഷ അറബി ഭാഷ ലോകത്ത്, എന്നിട്ട് എന്തേ നിങ്ങൾ അതിന് ചെയ്തില്ല? അതിൻ്റെ പേരിൽ വടക്കൻ മലബാർ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ നിന്ന് 10,000-കണക്കിന് മുസ്ലിം വോട്ടർമാർ നിങ്ങളുടെ മുമ്പിൽ 4 പ്രാവശ്യം വന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. ഈ രമേശ് നോക്കിയില്ല. രമേശ് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നതാണല്ലോ. രമേശ് നിങ്ങൾക്ക് പറ്റിയ അപകടം എന്താണെന്നറിയോ? ഇനി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തെക്കുമുടക്ക് നടക്കുന്നത്, നിങ്ങൾ ആകെ ജനസംഖ്യയിൽ 9% നായർ വിഭാഗം, അതിൽ പകുതി പോലും മെമ്പറില്ലാത്ത 3 മെമ്പറില്ലാത്ത NSSൻ്റെ നേതാവിനെ കൊണ്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യിച്ചില്ലേ കീ പോസ്റ്റ് ഞങ്ങളിലെ ആൾക്ക് കൊടുന്ന്? അതോടുകൂടി നിങ്ങൾ ചീട്ട് കയറി. അല്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ സാധാരണക്കാരാണ്, ഒരു അലമ്പൊന്നുള്ള അല്ല. പക്ഷെ ചീട്ട് കയറിയല്ലേ ആറ് പറയിപ്പിച്ചപ്പോഴേ. അതാണ് ഇന്ന് ആന്റണി പറഞ്ഞു, ഞാൻ ആളല്ല, ഞാൻ ഒരു പള്ളിക്കാർക്ക് പറഞ്ഞത് സത്യം, എങ്കിൽ പറയിപ്പിച്ചല്ലോ, അത് മുൻകൂർ ജാമ്യം എടുത്താണ്. അങ്ങനെ നടന്നു. എന്നിട്ട് നിങ്ങൾ ആരെയും തിരിഞ്ഞു നോക്കിയോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സമുദായത്തിൽ
ഇത്തവണ ഏതാണ്ട് 97% വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്കിലും നിങ്ങൾ ഒരു ക്ഷമയല്ല പറയുന്നത്, ഒരു കാര്യം വേണം. ഞങ്ങൾക്കതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് ഇന്നലെ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഈ മുസ്ലിം സമുദായത്തിൽ 97% മുസ്ലിം സമുദായത്തിലെ UDF വോട്ട് ചെയ്തപ്പോൾ അവരോട് നിങ്ങളൊരു സിമ്പതികൾ പറയട്ടെ, ഞങ്ങൾ വീഴ്ച പറ്റിയെന്ന്. അതിനടുത്ത് മറ്റ് സമുദായങ്ങൾ വെറുക്കണമെന്നല്ല, അവരെ എടുത്താലും മലിന്ന് എത്ര വോട്ട് UDF ഉണ്ടെന്ന് ഞങ്ങൾ കണക്കുകൾ ഉദ്ധരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാത്ത എന്താ? നിങ്ങൾ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നത്, ഒരേ കാര്യത്തിൽ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് നീ കണക്ക് കിട്ടാത്തത്? ആകെ വോട്ടർമാർ എത്ര, UDF എത്ര, UDF ആരെല്ലാം കിട്ടുന്നുണ്ട്? സമുദായം എല്ലാം എല്ലാ സമുദായം നിങ്ങൾ സ്വീകരിക്കുന്നു. കോൺഗ്രസ് തെറ്റില്ല, അത് അങ്ങനത്തെ ഒരു ബഹുജന പാർട്ടി അല്ലെങ്കിൽ ആൾക്കൂട്ട പാർട്ടിയാണ്, അല്ല കേഡർ പാർട്ടിയല്ല. സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ അവിടെ ചോദിന്നെ മുഴുവൻ ആരും ഒരു കുഴപ്പമില്ല, പറ്റൂല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണ്ടോ? ചെയ്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ആകെ കുറിച്ചാണ് ഒരു പത്രപ്രസ്താവന. എന്താ ചെയ്യേണ്ടത്? അറബിക് സർവകലാശാല തുടങ്ങാൻ കാണിച്ച വീഴ്ച ഞങ്ങളതിൽ ക്ഷമയല്ല, അതിൽ വീഴ്ച പറ്റിയെന്ന് മാത്രം പറഞ്ഞു, ക്ഷമയെന്നൊന്നും പറയണ്ട. വീഴ്ച പറ്റിയെന്ന് നിങ്ങൾ ഇന്നത്തെ അഭിമാനം ഉണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ ഇന്നത്തെ KPC പ്രസിഡന്റ് ആ ഒരു പ്രസ്താവന നടത്തും 2 ദിവസത്തേക്കും. എന്താണ്? അറബിക് സർവകലാശാല തുടങ്ങാൻ പറ്റാത്തതിൽ ഞങ്ങൾക്കത് വീഴ്ച പറ്റിയെന്ന് ഒരു പ്രസ്താവന നടത്തിയാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം രക്ഷപ്പെടാം, ആരും അനുവാദത്തിൽ രക്ഷപ്പെടാം. അതാണ് കാര്യം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുസ്ലിങ്ങളിലൂടെ അമിതമായ ഇത് കുറക്കണം, അല്ലെങ്കിൽ മുസ്ലിം പേര് മാറ്റാൻ പറയണം. പിന്നെ മറ്റൊന്ന് ഇതാണ്, ഇത്ര വോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ കത്തോലിക്ക തന്നെ വേണം, ദീപികയുടെ കത്തോലിക്ക, റോമൻ കാത്തലിക് വേണമെന്നപോലെ എന്താണ് ന്യായോദര? ഒരു ക്രിസ്ത്യാനിക്ക് വേണമെന്ന് ഞാൻ മനസ്സിലാക്കാം. ഇത് പെന്തക്കോസ് പറ്റില്ല, ലത്തീൻ കത്തോലിക്ക് പറ്റൂല. 40% താഴെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ 40% RC റോമൻ കാത്തലിക് ദീപികയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് തന്നെ വേണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് യുക്തി? ഇതൊക്കെ ചിന്തിക്കണം. നിങ്ങൾ അന്ധമായിട്ട് സമുദായത്തെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ ക്രിസ്ത്യാനിൽ മാത്രമല്ല, മുസ്ലിം ലീഗിനെ ഞാൻ വ്യക്തമായിട്ട് വിമർശിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ ക്രിസ്ത്യൻ സഭയെക്കുറിച്ച് പറഞ്ഞാൽ, സഭയെക്കുറിച്ച് മാത്രം പറഞ്ഞ ഒരു വർഗീയവാദി അല്ലെങ്കിൽ മോശക്കാരല്ല. കറക്റ്റാണ്, കണക്കുകളാണ്. 437 നമ്മൾ ബ്ലഡ് പരിശോധിക്കാൻ ലാബിൽ കൊടുക്കുന്നു, അവിടെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബ്ലഡിൽ കാണും. ഞങ്ങൾ കാണുന്നത് ഈ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ 2ാം ലോകമഹായുദ്ധം ഉണ്ടായത് 3ാം ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് അതിൽ നേതാക്കൾ പറഞ്ഞു. നിങ്ങൾ തിരുത്തൽവാദി ഉണ്ടായിരുന്നു കോൺഗ്രസ്, ഇപ്പം തിരുത്തൽവാദിയിൽ അനുഭവം നിങ്ങൾ തിരുത്തൽവാദിക്ക് ഒരു പാർട്ടിയിലുണ്ടെങ്കിൽ അതാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. ഒരു ദിവസം തീരുമാനമില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസിനെ തെറ്റിദ്ധരുത്തി കോൺഗ്രസ് അധികാരത്തിൽ വരും, മറ്റാരെയൊക്കെ നല്ല കോൺഗ്രസ് തന്നെയാണ്. അത് ചെറിയൊരു ഉദാഹരണമുണ്ട്. ഒരു കടവിൽ, ഒരു പുഴയിൽ കടത്തുകടവ്, അപ്പോൾ മുട്ടിന് വെള്ളമാകുമ്പോൾ ഈ കടത്തുകാരൻ പറയും അവർക്കത് അങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശപിച്ച് ബുദ്ധിമുട്ടിരിക്കുമ്പോൾ അയാൾ മരിച്ചു. മകൻ പകരം വന്നപ്പോൾ അരക്ക് വെള്ളമായപ്പോൾ ഇറങ്ങാൻ പറയും. അപ്പോൾ ഈ യാത്രക്കാരൻ പറഞ്ഞു, എടാ നിന്നേക്കാൾ നല്ലത് നിന്റെ തന്തയായതെന്ന് പറഞ്ഞ പോലെ മറ്റെന്തൊക്കെ പാർട്ടികളിൽ അതിനേക്കാൾ തെറ്റ് തിരുത്തിയാണെങ്കിലും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് തെറ്റിന് തിരുത്തണം. അത് ജനാധിപത്യ പാർട്ടിയാണ്, അത് വലിയ വൃക്ഷമാണ്. ചില കൊമ്പുകൾ കേണ്ടെങ്കിലും അടിത്തറ ഭദ്രമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ബോധപൂർവ്വം ഒന്നുകൂടി ആഴത്തിൽ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ്, മനഃശാസ്ത്രമായി വിലയിരുത്തിയതിനു ശേഷമാണ്, ഫിലോസഫിക്കലായി വിലയിരുത്തിയതിനു ശേഷമാണ്, ശാസ്ത്രീയമായി വിലയിരുത്തിയതിനു ശേഷമാണ്, സാമൂഹ്യം വിലയിരുത്തിയതിനു ശേഷമാണ്. അങ്ങനെയാണ് 67 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ഞങ്ങൾ എത്തിച്ചു തന്ന ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്നുണ്ട്. കാരണം കോൺഗ്രസിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, അതിന് സപ്പോർട്ട് ചെയ്യണം. അതാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് മനസ്സിലാകുന്നില്ല. അവിടെയാണ് വിഷയം. നിങ്ങൾ ചിന്തിക്കുക യാഥാർത്ഥ്യമല്ല, വെറും ഊഹാപൂഹപ്പച്ചാണ്. ചത്ത് കീഴെങ്കിൽ കൊന്ന് ഭീമൻ തന്നെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര ഞങ്ങൾക്കാണ് എന്ന ചിന്താഗതി ഇപ്പോൾ തെറ്റിച്ച് ഇനി 3ാമതും കിട്ടിയില്ലെങ്കിൽ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് നിങ്ങൾ അമിതമായിട്ട് DBE ലത്തീൻ RC കത്തോലിക് റോമൻ കത്തോലിക്കിനെയോ അമിതമായിട്ട് മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ അമിതമായിട്ട് വെള്ളാപ്പിളി പിടിച്ച് കായല്ല, അത് 97% അങ്ങോട്ട് പോകും ഇതില്ല. നിങ്ങൾ അങ്ങനെ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കരുത്, പക്ഷെ അവർക്ക് കൊടുക്കണം. അതായത് ഞാൻ ഉദാഹരണം നിർത്താം. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം, അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം, മകന് മകൻ്റെ സ്ഥാനം, എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട്, ലിമിറ്റ് ഉണ്ട്. അല്ല എല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുത്താൽ നിങ്ങൾ അപകടത്തിലാവും.
ഞങ്ങളുടെ അഭിപ്രായത്തില്ല, കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സ്ഥാനമാനൊന്നും. അതുകൊണ്ട് UDF നേതാക്കളെ തെറ്റുകളും കുറ്റങ്ങളും തിരുത്തി ഏതാണ്ട് ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ ലിസ്റ്റ് വന്നത്. അതിൽ വലിയ തെറ്റ് പറയാൻ പറ്റില്ല. ഒരു തെറ്റ് ഇതാണ്, സുധാകരനെ മാറ്റിട്ടായിരുന്നു. അപ്പോൾ ഒരു ടീം പറയുന്നത് സുധാകരനെ മാറ്റാതെ വർക്കിംഗ് പ്രസിഡന്റ് വച്ചു കഴിഞ്ഞാൽ ഈ നിലമ്പൂർ ഇലക്ഷനിൽ 99% UDF ജയിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ ജയിക്കും, പിന്നെ സുധാകരൻ മാറ്റാനേ പറ്റില്ല, കാരണം കേട്ടോ നിലമ്പൂർ ജയിച്ചെടുത്തു എന്ന് പറയും. അതുകൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിന് മുൻപ് തന്നെ മാറ്റിയത് എന്നൊരു കണക്കുണ്ട്. ഇതെല്ലാം കണ്ടാൽ അറിയാവുന്നല്ലോ. അതൊരു പരിധി ശരിയാണ്. സുധാകരനെ കൊണ്ട് ആരോഗ്യപരമായിട്ട് കാണില്ല. അതല്ല, സുധാകരന് ആള് രാഷ്ട്രീയ നേതാവാണ്, മിടുക്കാണ്, പക്ഷെ നയമില്ല. ഇത് അച്യുതാനന്ദനെയും ആനിയെ കുറിച്ച് നമ്മൾ പറയും. അച്യുതാനന്ദൻ എന്നറിയോ, നയമില്ല. ആൻറ്റിക്ക് എന്താണ്, ആൻറ്റിക്ക് നയമുണ്ട് പക്ഷെ തന്ത്രമില്ല. അച്യുതാനന്ദൻ ഒരു വെട്ട് രണ്ട് വിഷമമില്ല, അങ്ങനെയുള്ള നയവും ഇല്ല പക്ഷെ തന്ത്രവും ഇല്ല, പക്ഷെ നയമുണ്ട്. മറ്റേ ഈ നയമില്ല, തന്ത്രമുണ്ട്. അതേ സമയത്ത് മറ്റേ ഇതൊക്കെ ആന്റണിക്കോ തന്ത്രമില്ല പക്ഷെ നയമുണ്ട്. രണ്ടും പോരാ. അങ്ങനെ പോരുന്ന ഒരാളാണ് സുധാകരൻ. വേറെ കുഴപ്പമില്ല. പിന്നെ പ്രായാധിക്യമുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോഴത്തെ പുള്ളി മോശക്കാരല്ല, ശാന്തനാണ്. അതുകൊണ്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തെ പറ്റി ഏറ്റവും വലിയൊരു മാർക്ക് കിട്ടാൻ പോകുന്നത് ഈ അറബിക് സർവകലാശാല തുടങ്ങാത്തതിൻ്റെ കാരണം പറഞ്ഞ് അതിൽ UDF ആയി ഞങ്ങൾക്ക് ചെറിയ ക്ഷീണം പറ്റിയെന്ന് ഈ സമുദായത്തോട് വ്യംഗ്യന്തരേണൊരു വാക്ക് പറഞ്ഞാൽ ഈ സമുദായത്തിൽ 3% ഒഴിവാക്കി 97% ഇവിടെ കിട്ടും. ആ 97% എന്ന് പറഞ്ഞത് ആകെ വോൾ ചെയ്യുന്ന വോട്ടിലെ 100 വോട്ട് ചെയ്യുമ്പോൾ 39 വോട്ടും അതിൽപ്പെടും. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഭരണ സുരക്ഷമാണ്, ഉറപ്പാണ്, ആരെന്തൊക്കെ പറഞ്ഞാലും. അതാണ് ഇപ്പോൾ എൻ്റെ സംഭാഷണം, എൻ്റെ രീതിയെ കാണുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർ ഇപ്പോൾ എതിർ പറഞ്ഞു കൊടുക്കി. ഇത്രയും കാലം ഉണ്ടായിരുന്ന മൊയ്തീൻ ഷായെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടായില്ല. പക്ഷേ ഇത് കാര്യങ്ങളോട് പറഞ്ഞുകൂടി തുറന്നുകൂടി പല സ്ഥലത്തും പല കോണിൽ നിന്ന് എതിർപ്പൊന്നു തുടങ്ങി. പക്ഷേ എനിക്ക് യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റുമോ? നാളത്തെ ജനങ്ങൾക്ക് വേണ്ടി പറയണ്ടേ, നാളത്തെ സമൂഹത്തിന് പറയണ്ടേ, നാളത്തെ രാജ്യ നന്മയ്ക്ക് വേണ്ടി പറയണ്ടേ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ UDF നിങ്ങൾക്ക് നല്ലതാണ്. അതല്ലെങ്കിൽ ആർക്കെങ്കിലും കീഴ്പ്പെട്ടു പോയാൽ നിങ്ങളുടെ അവസ്ഥ മോശമാണ്. ഞാൻ ഒരു ഉദാഹരണം മറ്റുള്ളവരുടെ അനുഭവം പറയുകയാണ്. രമേശ് ചെന്നിത്തല സാമാന്യം പറ്റിയ ഒരാളാണ്, കുഴപ്പമില്ല, എല്ലാ നിലക്കും ഒരു നേതാവായി കഴിഞ്ഞാൽ 5 യോഗ്യത വേണം. ഒന്നാണ് നല്ല പ്രാസംഗികൻ, ഹൈലി ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ 10 ആളെ സംഘടിപ്പിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ 10 പൈസ പിരിച്ചെടുക്കാനുള്ള കഴിവ്. ലാസ്റ്റ് വൺ, ഇതൊന്നും നടന്നില്ല, സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുക്കാൻ കഴിവ്. അപ്പോൾ ഈ 5 യോഗ്യത ഉള്ളവരാണ് നേതാവ് എന്ന് പോളൂ. ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഫുള്ളായിട്ടുണ്ടെങ്കിലും മറ്റ് യോഗ്യത കുറച്ചുണ്ടെങ്കിലും പോകാം, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ നിലക്ക് വെച്ച് നോക്കുമ്പോൾ സുധാകരൻ ആ നിലക്ക് ചില പോയിന്റുകളിൽ ബുദ്ധിമുട്ട് ഇപ്പോൾ പ്രായാധിക്യമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് വന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റിന് നല്ലൊരു അവസരമാണ്. ഇങ്ങനെ അറബിക് സർവകലാശാല തുടങ്ങാത്തതിൽ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ അപാകത സംഭവിച്ചു എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഞാൻ വീണ്ടും പറയുന്നു, 120ഓളം ക്രിസ്തീയ സമുദായത്തിൽ യോഗ്യതയുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കിടപ്പുണ്ട് കേരളത്തിൽ. അവരെല്ലാം ഒരു യോഗ്യതയുള്ളവരാണ്. പക്ഷെ അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ കഴിഞ്ഞ മുമ്പിലത്തെ KPCC പ്രസിഡന്റിൽ 125 ഭാരവാഹികളിൽ ഈ 90 സീറ്റ് കൊടുത്തു കോൺഗ്രസ് ക്രിസ്ത്യൻ സമുദായത്തിലാണ്. എന്നിട്ടും പറയാണ് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന്. അതൊക്കെ മാറ്റിവെച്ച് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാ സമുദായങ്ങളും കയ്യിലെടുത്ത് മുന്നോട്ട് പോയാൽ രാഹുൽജി നിങ്ങൾക്ക് വിജയം. ഇവിടെ സുധാകർജി പോട്ടെ, ഇനിയിപ്പോൾ മറ്റേ സതീശനൊക്കെ പറ്റും, അല്ലെങ്കിൽ സംഗതി പ്രശ്നമാണ്. ഇനി ഇപ്പോഴത്തെ കളി എന്നാണല്ലോ, സതീശനെ മാറ്റി മുരളീധരനെ പ്രതിപക്ഷ നേതാവാകട്ടാണ്. അതൊക്കെ എന്തുമാത്രം ശരിയാവുന്നൊക്കെ ഒന്നുകൂടെ ആലോചിച്ച് ഞങ്ങൾ ആ വിഷയം സ്റ്റഡി ചെയ്തിട്ടില്ല. സ്റ്റഡി ചെയ്ത് 2-3 ദിവസം തീരുമാനം പറയാം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.